ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയുണ്ട് മഴ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് മഴയുടെ സ്ഥിതി എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്ഥലവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാരണം മഴയാണ്. എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു ഉപകാരമായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് 7th സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ബിഗ് ബോസിലൊരു ആറ്റം ബോംബ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണുസുതി കുമ്പിടി കളിച്ചുകൊണ്ട് ആദ്യ ആഴ്ചയിൽ തന്നെ താൻ എലിമിനേഷനിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയതും അത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വിവാദമായതും, പിന്നെ അതിനുശേഷം ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ രേണുസുതിയോട് താൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ എനിക്കും കൂടി ഞാനും കൂടി അത് അപ്ലോഡ് ചെയ്യാം, തനിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമായിരുന്നു ഒരു വിവാദം വന്നത്. സ്റ്റാർ മാജിക് താരവും നിലവിൽ ബിഗ് ബോസിലെത്തിയിരിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ അനുക്കുട്ടി പ്രേക്ഷകരോട് വോട്ട് ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ബിഗ് ബോസ് ഷോയിലേക്ക് താൻ പോകുന്നതായിട്ട് മാത്രമേ അനുക്കുട്ടി പറഞ്ഞിട്ടുള്ളായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അതിനുശേഷം രണ്ടാമത് അനുക്കുട്ടി വോട്ട് ചോദിക്കുന്നതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പക്ഷേ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നു. അന്നും ആളുകൾ പറഞ്ഞു ഇതല്ല യഥാർത്ഥ വീഡിയോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീഡിയോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് ആ വീഡിയോ കിട്ടി. എന്തായാലും ആ വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിമോളാണ്. ഞാൻ ബിഗ് ബോസിൽ കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. എത്ര ദിവസമെന്ന് എനിക്ക് അറിയത്തില്ല. അത് മുങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കോഴിക്കോട് നിന്ന്. എനിക്കറിയില്ല, ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോകുമ്പോൾ നന്നായിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അപ്പം നല്ലൊരു ബിഗ് ബോസിലൂടെ നല്ല മെസ്സേജും എന്താ പറയണ്ടേ, നല്ല കണ്ടന്റും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ നിൽക്കുക എന്നുള്ളതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റിനെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ വെച്ചിട്ട് അവർക്ക് വോട്ടും കാര്യങ്ങളും കൊടുക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കും സപ്പോർട്ടും വോട്ടും തരിക. വേറൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബിഗ് ബോസ് ഷോയെ എങ്ങനെ പറ്റിക്കാം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തുടക്കം കുറിച്ചത് രേണുസുതിയായിരുന്നു. രേണുസുതിയുടെ വീഡിയോ ആണ് ആദ്യമേ രംഗത്ത് വന്നത്. താൻ ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വന്നുവെന്നും തന്നെ സ്നേഹിക്കുന്നവരും തൻ്റെ മരിച്ചുപോയ ഭർത്താവായിട്ടുള്ള കൊല്ലസുതിയെ സ്നേഹിക്കുന്നവരും തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരും തനിക്ക് വോട്ട് ചെയ്യണം, തനിക്ക് ബിഗ് ബോസിൽ ഇനിയും തുടരണം എന്നുള്ള രീതിയിൽ അവരായിരുന്നു ആദ്യമേ ഒരു വീഡിയോ ഇറക്കിയത്. അന്ന് അത് ഏറെ വിവാദമായിരുന്നു. ഞാൻ ഉൾപ്പെടെ എടുത്ത് അത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളായിരുന്നു. അതിനുശേഷമാണ് ഈ അനിമോളുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം വന്നത്. അനിമോൾ ഇപ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ ബിഗ് ബോസ് ഷോയിൽ പെർഫോം ചെയ്ത് വരികയാണെന്ന് അറിഞ്ഞു. അത് സന്തോഷമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അനിമോളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഈ കണ്ടിരിക്കുന്നത്. അതായത് ഒരു ഷോയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കേണ്ട എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളപ്പോൾ അനിമോൾക്കും രേണുസുതിക്കും മാത്രമായി ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നു എന്ന്, അതായത് എങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നു, ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ പ്രൂവ് ആണ് ഇതിനുള്ള ഉത്തരം നൽകേണ്ടത്. ഇതിപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനിമോളെ പുറത്താക്കുകയാണെങ്കിൽ തന്നെ വരാൻ പോകുന്ന മറ്റൊരു വിഷയം, അത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് രേണുസുതിയെ പുറത്താക്കിയില്ല എന്ന്. കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അല്ലായിരുന്നെങ്കിൽ രേണുസുതിനെ എപ്പോഴേ അവിടെ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അനിമോൾക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവാൻ സാധ്യത തീർത്തും കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതൊരു ചർച്ചയാവും അടുത്ത ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ. എന്തായാലും നമുക്ക് ഇത്തരം കണ്ടസ്റ്റന്റുകളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ സഹതാരങ്ങളെ കോമാളികളാക്കുന്ന ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് രംഗത്ത് വരാതിരിക്കുക. കാരണം നിങ്ങളെയൊക്കെ ആരാധിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ആർമികളായിട്ടൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചേരിപ്പോര് നടത്തുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവരെല്ലാം കോമാളികളാക്കുക. ഒപ്പം സഹതാരങ്ങളായിട്ടുള്ള ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കോമാളിയാക്കുന്ന ഈ ഒരു സമീപനം ഇതൊരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അത് അനിമോളായാലും
രേണുസുതി ആണെങ്കിലും ഇനി മറ്റേത് താരമാണെങ്കിലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിനെതിരെയൊക്കെ എന്ന ശക്തമായ നടപടി എടുക്കാണ്ട് ബിഗ് ബോസിന്റെ ക്രൂ ആണ് തയ്യാറാവേണ്ടത്. എന്തായാലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഈ രണ്ട് വ്യക്തികളും കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഈ രണ്ട് വ്യക്തികൾ ഒരേപോലെ തന്നെ ആ ഷോയിൽ ഇനി തുടരാൻ അർഹതയില്ലാത്തവരാണ്. പക്ഷേ രേണുസുതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇപ്പോഴും ബിഗ് ബോസിനുള്ളിലുള്ളപ്പോൾ അതേ തെറ്റ് ആവർത്തിച്ച് അനുവിനെ മാത്രം പുറത്താക്കുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. അത് ഞാൻ തുറന്നു പറയാം. പുറത്താക്കുകയാണെങ്കിൽ ഈ രണ്ട് പേരെയും പുറത്താക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഇനിയിപ്പോൾ ഈ രണ്ട് കൂട്ടരുടെ ആൾക്കാർ വന്ന് എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന വിഷയമില്ല. ഞാൻ എൻ്റെ നിലപാടാണ് ഇവിടെ പറഞ്ഞത്.